ഹായ് നമസ്കാരം, എല്ലാവർക്കും മനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കടച്ചക്ക മസാല കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വറുത്തരച്ച കടച്ചക്ക കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക വറുത്തരച്ച കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള നല്ല വിളഞ്ഞ കടച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ കറി വയ്ക്കുന്ന ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളെല്ലാം ചേർത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 3 നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് വെക്കാം. ആദ്യം തന്നെ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒരു കടച്ചക്കയുടെയൊക്കെ ഒപ്പത്ത് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. മൊത്തത്തിലൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് തീ നന്നായിട്ട് കൂട്ടി തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ചിട്ട് കടച്ചക്ക നന്നായിട്ട് നല്ല പഞ്ഞി പോലെ വേവിച്ചെടുക്കണം. നിങ്ങളിത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ നല്ല വിളഞ്ഞ കടച്ചക്കയാണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ വെന്ത് കിട്ടും. ഇതെല്ലാം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒറ്റ വിസിലടിച്ചാൽ മതിയാവും, വെന്ത് കിട്ടും. അതല്ല അധികം മൂക്കാത്ത കടച്ചക്കയാണെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. എപ്പോഴും കടച്ചക്ക കറി വയ്ക്കുമ്പം ടേസ്റ്റ് ഉണ്ടാവുക നല്ല വിളഞ്ഞ കടച്ചക്ക എടുക്കുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കടച്ചക്ക നന്നായിട്ട് വെന്ത് വരണം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു ചെറിയ പാൻ ചൂടാവാനായിട്ട് വെച്ചു. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള നാളികേരത്തിൻ്റെ ഒരു പകുതി ചിരകി എടുത്താൽ മതിയാവും. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറിലേക്ക്, ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കടച്ചക്ക കറിക്ക് ഈ ഒരു പെരിഞ്ജീരകം ചേർക്കുന്നത് ടേസ്റ്റ് നല്ലതായിരിക്കും. നിങ്ങൾക്കിനി പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ല എങ്കിൽ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയോ ചെയ്യുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മറ്റു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടേക്കണേ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഈ മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു 10-15 സെക്കൻഡ് സമയം മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ പൊടികളുടെയൊക്കെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫാക്കി ഇടാം. ഇനി ഇത് അരച്ചെടുക്കേണ്ടത് ചെറിയ ചൂടിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ഒരു കളർ ഒരു ലൈറ്റ് കളറിലേക്ക് മാറും. നല്ല ഡാർക്കായിട്ടുള്ളൊരു കറി കിട്ടണമെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ചെറിയ ചൂടിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അത് അരഞ്ഞ് കിട്ടുമ്പോൾ ഉള്ള പരുവമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ അരച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ കടച്ചക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോഴേ വെള്ളം നന്നായിട്ട് കുറവുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ തന്നെ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ആ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തേക്കണേ. നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ഒരു പരുവത്തിന് നല്ല പൊടിയായിട്ട് നല്ല ഫൈൻ പൊടിയായിട്ടാണ് ഇത് പൊടിഞ്ഞ് കിട്ടുകയാണ് ചെയ്യുക കേട്ടോ. അരഞ്ഞ് കിട്ടുകയല്ല, ഈ ഒരു രീതിയിലാണ് കിട്ടുക. നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും, പക്ഷേ കുറേ സമയം എടുക്കും. അതിന് എണ്ണ തന്നെ തെളിഞ്ഞ് വന്ന് അരച്ച് നല്ല അരപ്പ് പോലെ കിട്ടണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. നമ്മൾ ഈ ഒരു രീതിയിൽ കിട്ടിയാലും മതി, നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയാലും മതി കേട്ടോ. നമ്മൾ ആ ഒരു കൂട്ടിലേക്ക് ചേർത്തു. പിന്നീട് നമ്മൾ ആ ഒരു ജാർ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത്
ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ ഒരു കടച്ചക്കയിൽ ഇപ്പം നമ്മൾ ചേർത്ത മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മൊത്തത്തിലൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് എത്രത്തോളം ഗ്രേവി നിങ്ങൾക്ക് വേണം അതനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഈ ഒരു കറി എന്ന് പറയുന്നത് ഇരിക്കും തോറും നല്ല തിക്കായിട്ട് വരുന്ന ഒരു കറിയാണ്. അപ്പം അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴും എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു, ഒന്ന് ഇളക്കി കൊടുത്തു. ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ചും കൂടി വെള്ളം വേണം തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കുറവുള്ളത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലൊന്ന് തിളപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം നിങ്ങളുടെ ഒരു ഫ്ലേവർ അനുസരിച്ചിട്ട് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉടനെ തന്നെ തീ ഓഫാക്കിയിടാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് താളിച്ചൊഴിക്കുന്നത്. താളിക്കാനായിട്ട് ഒരു ചെറിയ കടായി ചൂടാവാനായിട്ട് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിനയിലും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കണമൊന്നുമില്ല. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ കടച്ചക്ക വറുത്തരച്ച കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്